ഹാക്കിമിസോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളിലേക്ക് എത്തിപ്പെട്ടേക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ള അനസിക്കാന്റെ ലോഫ്റ്റിലാണ് വന്നേക്കുന്നത്. ഇവിടെ ചെയ്യണതെന്ന് പറഞ്ഞാൽ തനി നാടൻ കോഴികളെ വളർത്തുന്ന സെറ്റപ്പാണ് ചെയ്യുന്നത്. അതായത് എന്ന് പറഞ്ഞാൽ എത്ര ചുരുക്കി നമുക്ക് ബേഡ്സുകളായിക്കോട്ടെ കോഴികളായിക്കോട്ടെ നമുക്ക് വളർത്താന്നുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ അനസിക്ക. നമുക്കെന്ന് പറയാം, ഇപ്പം ഞാൻ നിൽക്കണതിൻ്റെ രണ്ട് സൈഡും കോഴികളാണ്. ഏകദേശം ഒരു 1 മീറ്റർ 1.5 മീറ്റർ ഇവിടുത്തെ ഗ്യാപ്പുള്ള വീടും വീണ്ടും അതിന് തമ്മിൽ അതിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന രൂപത്തിൽ അടിപൊളിയായിട്ട് ഇവിടെ ലോഫ്റ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്കാനെയും പരിചയപ്പെട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോയിലൊക്കെ തന്നെ തിരിച്ചു വരാം. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അതൊക്കെ എന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. എന്റെ പേര് അനസ് എന്നാണ്. ഞാൻ ആലപ്പുഴ മുല്ലാത്തുളപ്പം എന്നൊരു ചേരി പ്രദേശമാണ്, അവിടെയാണ് താമസിക്കുന്നത്. ചെറുപ്പം പോലെ നമുക്ക് പെറ്റ്സുകളോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പ്രാവിനെയാണ് ആദ്യം വളർത്തിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഒരു മെയിൻ യൂട്യൂബ് ട്രാവൽ അഡാർ ബെസ്റ്റ് സ്റ്റോറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ ഈ പിള്ളേർക്ക് ഈ അലർജിയുടെ പ്രശ്നം കാരണം പ്രാവുകൾ ഒഴിവാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യാൻ നാടൻ കോഴിയെ വളർത്താൻ. ഇതാകുമ്പോൾ നമുക്ക് നാടൻ മുട്ടയെങ്കിലും നമുക്ക് 2 പിള്ളേർക്ക് കൊടുക്കാം. ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അങ്ങനെ സെറ്റ് ചെയ്തതാണ്. പക്ഷെ ഇതേപോലെ പ്രാവുകളിൽ ഇപ്പോൾ തന്നെ നാടൻ കോഴിയാണ്. ഇപ്പം തന്നെ കളറിൽ ഭയങ്കരമായിട്ടുള്ള ഇതുണ്ട്, ഡിമാൻഡ് ഉണ്ട്. അതിലിപ്പോൾ ഇപ്പം ട്രെൻഡായിട്ട് ഇരിക്കുന്നതാണ് ഓറഞ്ച് പുള്ളി. ഓറഞ്ച് പുള്ളി ഇതാണ് ഓറഞ്ച് വൈറ്റും കൂടെ ചേർന്ന പുള്ളികൾ. അപ്പൊ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു ഭയങ്കര ഇതായിട്ട് ഇരുന്നോണ്ടിരുന്നത്. ഇപ്പം മാറി ഇപ്പൊ ഓറഞ്ച് പുള്ളിയായി. ഓറഞ്ച്, റെഡ് ആൻഡ് വൈറ്റ് ഇതൊക്കെ നാടൻ കോഴി തന്നെയാണ്. അതായത് നമുക്ക് അട വെച്ച് വിരിയിച്ച് 15-16 മുട്ടയിട്ടെങ്കിൽ ഉമ്മാരെ അടയാവും. അങ്ങനെ 3 മാസത്തോളം കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ശീല അടയാം. അങ്ങനെയുള്ള നാടൻ കോഴികളെ കളറാണ്. പക്ഷെ കളറിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ഈ കളറൊക്കെ പ്രത്യേക ആൾക്കാരെ എൻക്വയറി ഉണ്ട്. ഡേ ഓൾഡ് 600 രൂപയാണ് റേറ്റ് വരുന്നത്. ഡേ ഓൾഡ് മാർക്കറ്റിൽ ഇപ്പൊ വലുതാകുമ്പോ ഒരു 1000 രൂപ പൂവനും പിടക്കും. അത് 1000-1500 രൂപക്ക് മേളിൽ പോകും. ഇതണ്ട അതൊക്കെ അതെ നമ്മുടെ ഈ കാണുന്ന വലിയ കോഴിക്കുഞ്ഞുങ്ങളല്ലേ. അതൊക്കെ ഒരു ഓറഞ്ച് പുള്ളി പൂവനാണത്. ഇത് നമുക്കൊരു 5 മാസം കഴിഞ്ഞ് മുട്ടകളൊക്കെ വരുന്നേ ഉള്ളു. ഈ കാണുന്ന വലിയ കുട്ടികൾ. ഈ കാണുന്ന ഏതാണിക്ക? ഇത് കുറുങ്കാലിൽപ്പെട്ട ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേറെ കളർ കയറാൻ പാടില്ല, മാർക്കറ്റ് പോകും. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതിനകത്ത് വേണ്ടത്. ഇത് പൊക്കം കുറവ്. ഇതെന്ന് പറഞ്ഞാൽ കാലിന് പൊക്കം കുറവായിരിക്കും. ഇതുണ്ട്. ഇത് കാലിന് ഈ നാടൻ കോഴി നമ്മുടെ പ്രാവിൽ തന്നെ പല ഐറ്റം ഉള്ളതുപോലെ ഫ്രില്ല് പോലെയാണ് കാപ്പിരി എന്ന് പറയുന്നത്. ഇത് പൊക്കം കുറഞ്ഞു നമ്മൾ ഷോർട്ട് ഫേസ് ഇല്ലേ, ആ ഒരു കാറ്റഗറി പെട്ട പൊക്കം കുറവായി. ഇത് കണ്ടോ, പേത്തക്കോഴിയെ പോലെ ഇരിക്കും. കണ്ടോ, കാലിന് പൊക്കം കുറവായിരിക്കും. നമുക്ക് ചെറിയ കൂടുതലും സ്പേസ് കുറച്ച് മതി വളർത്താൻ വേണ്ടി. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്നപ്പോ മനസ്സിലായി. ഈ നമ്മള് ഈ മറ്റേ കൊച്ചി ബാൻഡ് എന്നൊക്കെ പറയും, ഫാൻസി കോഴികള്, അതിന്റെ ഒരു കാറ്റ് ഇത്ര പൊക്കം കുറവായിരിക്കും. ഇതിന്റെ പൂവനാണിത്. ഇതിന്റെയൊക്കെ കുട്ടികൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം അല്ലേ? കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എല്ലാവരും റേറ്റിലാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോ ഇതിന്റെ ഒക്കെ വരുമ്പോ 150 രൂപ. കുറുങ്കാലി, കാപ്പിരി എന്നൊക്കെ പറയുമ്പോൾ 150 രൂപ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ റേറ്റ്. ഓറഞ്ച് പുള്ളി മാത്രമേ നമ്മൾ ഡേ ഉള്ള 100 രൂപ കൊടുക്കത്തുള്ളൂ ആകുമ്പോൾ. ബാക്കി എല്ലാ റേറ്റിലാണ് കൊടുക്കുന്നത്. പിന്നെ സാധാരണ നോർമലി കളർ വരുമ്പോൾ 120 രൂപ. ഒരു മാസമായത് 120 രൂപ. എല്ലാം കാണിക്കാം. അതൊക്കെ തന്നെ. ഇപ്പൊ നമ്മളെ മെയിൻ ആയിട്ട് നാടൻ കോഴിനെ വളർത്തുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന്? നാടൻ കോഴി നമുക്ക് ഇതേപോലെ ഈ പറഞ്ഞ പോലെ ഒരു എല്ലാവരും വലിയ മുട്ടയിടുന്ന കോഴികളെ ചോദിച്ചു നടക്കുന്നത്. ഒരിക്കലും അങ്ങനെ മേടിക്കരുത്. കാരണം ഈ പ്രാവുകളെ പോലെ തന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഇഷ്യൂ തന്നെ നമ്മുടെ അടയിരുന്ന് 21 ദിവസം അടയിരുന്നല്ലേ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത്. അപ്പൊ എത്രത്തോളം പ്രായമുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോഴികൾ അണ്ടറിപ്പ് മുട്ടയിട്ട് കഴിഞ്ഞ് പിന്നെ മുട്ടയിടാതാവും, അട കാണത്തില്ല. അപ്പൊ എത്ര ഏജ് ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. പൂവൻ കോഴി എന്നൊക്കെ പറയുമ്പോൾ കാലിൽ മുള്ളുണ്ട്, മുള്ള് നമുക്ക് ഏജ് അറിയുന്നത്. അത് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വലിച്ച് പ്ലെയർ വെച്ച് വലിച്ചാൽ മുള്ളൂരി പോകും. അപ്പോൾ അതിൻ്റെ ഏജ് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും 1 മാസമായ കുഞ്ഞുങ്ങളെ നമ്മളെടുത്ത് 1-2 മാസം കുഞ്ഞുങ്ങളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം 3 മാസം കഴിയുമ്പോൾ അത് മുട്ടയിടാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിന്റെ പ്രായം അറിയാൻ പറ്റും. മനസ്സിലായി? അപ്പൊ നമുക്ക് ആദ്യത്തെ കഞ്ഞിമുട്ടയൊക്കെ നമുക്ക് എടുത്തിട്ട് പിന്നെ കുഞ്ഞുങ്ങളെ ഇറക്കുന്നത് നമുക്ക് അതിന്റെ പ്രായം അറിയാം. അതുകൊണ്ട് ഒരിക്കലും മുട്ടയിടുന്ന കോഴികളെ മേടിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കുട്ടികൾക്കൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ പിള്ളേർക്കൊക്കെ അതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ വീഡിയോ ഗെയിം, അതുപോലെ മൊബൈൽ അഡിഷൻ, അങ്ങനെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം നമ്മൾ മേടിച്ചു കൊടുത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടായിരുന്നു. ഒരു മക്കീലായ ചെറുക്കൻ മാപ്പാന പിന്നെ വെട്ടിക്കൊന്നു, 47 വെട്ടാ വെട്ടിക്കൊന്നു. ഞാൻ യൂട്യൂബിൽ മറ്റേ ഫോണിൽ കണ്ടതാ. പക്ഷെ ആ ചെറുക്കൻ അപ്പം പറയുകയും ചെയ്യുന്നു, പഠിക്കാൻ വേണ്ടി പോകും, ഇതല്ലെങ്കിൽ വേറെ എൻ്റെ പാപ്പ മേടിച്ചു. കാരണം അവരെല്ലാം മേടിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു. നമ്മുടെ പിള്ളേർക്ക് സ്നേഹമുള്ളതുകൊണ്ട് അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് മേടിക്കും. ഇപ്പൊ എൻ്റെ ഇൻക്യുബേറ്ററിൽ മുട്ടയിരിപ്പുണ്ട്. ഇതുണ്ട് 2, ഞാൻ കാണിച്ചു തരാം, വീഡിയോട്ട് പോകുമ്പോൾ കാണിക്കാം. 2 പെടയും ഒരു പൂവിന് 2 പിള്ളേർക്ക് കൊടുത്തിരിക്കുവാണ്. നമ്മുടെ ഇവർക്ക് കൊടുത്തേക്കാണ്, ഇവർ പിള്ളേർക്ക് കൊടുത്തിരിക്കുവാണ്. അപ്പൊ ഇയാളുടെ പേരെന്താണ്? പേര് പറ.
അറിയാല കാര്യങ്ങൾ അറിയാം കോഴിയുടെ. ഇപ്പൊ പഠിച്ചു വരുവാണ്. അപ്പൊ ഇത് കൊടുത്തിരിക്കും. അപ്പൊ ഇതിന് തീറ്റ അവർ കൊടുത്തോളും ഉച്ചക്ക്. പിന്നെ വെള്ളം ഞാൻ വെച്ച് കൊടുക്കും, തീറ്റ അവർ കൊടുക്കും. വെള്ളത്തിൽ കളിക്കാതിരിക്കാൻ വേണ്ടി വെള്ളം ഞാൻ വെപ്പിക്കത്തില്ല, തീറ്റ വെച്ച് കൊടുക്കും. ഇടുന്ന മുട്ട അവരെ കൊണ്ട് തന്നെ ഞാൻ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടുണ്ട്. എച്ചെന്ന് ഹാദിയായും ഹിദായുവാ എച്ചെന്ന് എഴുതി ഞാൻ കൂടിനകത്ത് വെച്ചേക്കും ഇൻക്യുബേറ്ററിൽ. അപ്പൊ അത് വിരിയുന്ന പൈസ മുട്ട വിരിയുമ്പോ ആ കുഞ്ഞുങ്ങളെ ഇവരുടെ പേരിൽ എത്ര കുഞ്ഞുങ്ങളുണ്ടോ അത് കൊടുത്തു കഴിയുമ്പോൾ ആ പൈസ ഇവരുടെ പേര് കൊടുക്കയിടും. അപ്പൊ അത് കൂട്ടി വെച്ച് കഴിയുമ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്വർണ്ണ ഇഷ്ടമുള്ള നിങ്ങൾ തന്നെ മേടിക്കും. നിങ്ങൾ മേടിക്കണം, നിങ്ങൾ മേടിക്കും. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയ പൈസ എന്ന് വരും, പിള്ളേർക്ക് സമ്പാദ്യശീലം വരും. ഇത് കണ്ടിട്ട് എന്റെ പെങ്ങളുടെ പിള്ളേർ വരുന്നുണ്ട്. ഇപ്പം അവർക്കും വേണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ മാറ്റിയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളായത് കുഞ്ഞുങ്ങൾ. ഇതിനകത്ത് ഇതുപോലെ രണ്ടുപേരെ ഒരു പൂനം കൊടുക്കും. ഞാൻ പറഞ്ഞു മുട്ടയിട്ട് വിരിയിച്ചിട്ട് കുഞ്ഞുങ്ങളെ എനിക്ക് തന്നു, ഞാൻ എടുത്തോളാം. അപ്പൊ പൈസ തരാം. അപ്പൊ ആ സഹായം തന്നില്ല, അവരായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ എന്നുള്ള തോന്നൽ അവർക്ക് വന്നോളൂ. ഈ കുഞ്ഞുങ്ങളല്ലേ ഇതെല്ലാം നമ്മള് നിർത്തിയേക്കുന്ന കാപ്പിരി ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ നേക്കനൊക്കെയാണ് ഇതൊക്കെ. ഇപ്പൊ ഇതൊക്കെ ആൾക്കാർ ഇപ്പൊ നമ്മുടെ ചോദിച്ചാൽ നമുക്ക് കൊടുക്കാനുണ്ടാവും. കൊടുക്കാനുണ്ട്. കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളെ കൊടുക്കാനുണ്ട്, കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം. ആ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. കുഞ്ഞുങ്ങൾ ഇതാണല്ലേ? ഇതിപ്പോ എത്ര നാളായ കുഞ്ഞുങ്ങളാണ്? ഇതിപ്പോ നമുക്ക് അടുത്ത ആഴ്ച ആകുമ്പോൾ, അത് അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോൾ 1 മാസമാവും കൊടുക്കാനുള്ളതാണ്. നമ്മളിത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നോർമലി ഇതൊക്കെ 120 രൂപ കൊടുക്കുന്നത്. ഒരു മാസമായ കുഞ്ഞുങ്ങൾ. ഈ കാപ്പിരി ഇതൊക്കെ വരുമ്പോ 150 രൂപ. ഇത് കണ്ട, ഇത് നല്ല അടിപൊളി കളറാണ് വരുന്നത്. ചാരപ്പുള്ളി എന്ന് പറയും. ഇപ്പത്തെ ട്രെൻഡാണ്. ഇത് കണ്ട. അപ്പൊ ഈ നമ്മുടെ പ്രാവുകളുടെ ട്രെൻഡിങ് ആവുന്ന നാടൻ കോഴിയിലും പ്രാവുകൾ നമുക്ക് ഈ ഫ്രില്ലെന്ന് പറയത്തില്ല, ഓറിയന്റ് ഫ്രില്ലെന്ന് പറയുന്ന പോലെയാണ് കാപ്പിരി വരുന്നത്. ഇതുണ്ട്, ഇതൊക്കെ കാപ്പിരി, ചാരപ്പുള്ളി കാപ്പിരിയാണ്. ഇത് കണ്ട. അതായത് ഈ നെക്കനക്കും വ്യത്യാസമുണ്ട്, റേറ്റിൽ വ്യത്യാസം? നെക്കില്ല, അതൊക്കെ നമ്മൾ എടുക്കുന്നതനുസരിച്ചാണ് കൊടുക്കുന്നത്. 150 രൂപ നമ്മൾ കൊടുക്കും. 1 മാസമായ കുട്ടികൾ. അപ്പൊ ഈ 1 മാസം മേൽ ഫീമെയിൽ നമുക്ക് 70% അറിയാൻ പറ്റത്തുള്ളൂ. എന്തിരുന്നാൽ പോലും നമുക്ക് വലുതായാൽ തന്നെ നമുക്ക് ഇത് ഡബിൾ വിലക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം പൂവന്മാർക്ക് എപ്പോഴും മാർക്കറ്റാണ്. കാരണം ഇൻബ്രീഡിങ് വരുന്നതുകൊണ്ട് എല്ലാവരും ഒരു വർഷത്തിനുള്ളിൽ പൂവന്മാരെ മാറ്റി എടുത്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇത് സാധാരണക്കാർക്ക് എടുക്കാം. ആൾക്കാർ ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ചോദിക്കാണ്, കുട്ടികൾ ചോദിച്ചാൽ നമുക്ക് ഏകദേശം എത്ര ദിവസം കൊണ്ട് കൊടുക്കാൻ പറ്റും? ഏകദേശം കൊടുക്കാം. നമുക്ക് ഇപ്പോൾ ഓൾ കേരള ഡെലിവറി നമുക്കുണ്ട്. നമ്മുടെ ആൾക്കാർ തിരുവനന്തപുരം, കാസർഗോഡ് നമുക്ക് ഡെലിവറി ഉണ്ട്. ഇപ്പൊ ഡെലിവറി ചാർജ് ഡിമോറ വണ്ടിക്ക് 400 രൂപ എന്ന് പറയുന്നത് കേട്ടു. അപ്പൊ നമ്മളൊരു എപ്പോഴും 5 പീസ് എടുത്ത് 10 പീസ് എടുത്താലും 20 പീസ് എടുത്താലും ആ ബോക്സിന്റെ ചാർജ് അവർക്ക് കൊടുക്കേണ്ടി വരും. നല്ലത്. അപ്പൊ കൂടുതൽ എടുക്കുന്നതാണ് അവർക്ക് നല്ലത്. നമ്മളതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ ഇത് കണ്ട, ഇതൊക്കെ ഈ കാപ്പിരി പൂനൊക്കെ യൂട്യൂബിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഡേവോളി 6 ഒക്കെ അവര് 120 രൂപ 100 രൂപക്കാണ് പറയുന്നത്. ഇത് കണ്ട, ഇതൊക്കെ വൈറ്റ് കാപ്പിരിയാ. ഇപ്പൊ മാർക്കറ്റുള്ള ഈ ഓറഞ്ച് പുള്ളി, ഇത് കണ്ട, ഇത് ഓറഞ്ച് പുള്ളി. ഇത് ഓറഞ്ച് ചെറുപ്പത്തിൽ തന്നെ കളർ എന്താവും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതൊക്കെ ചാരപ്പുള്ളിയാണ്. വലുതാവുമ്പോൾ നല്ല രസമാണ് വരുന്നത്. ഇതിന്റെ തള്ളാളെ കൂടെ കിടപ്പുണ്ട്. നമുക്ക് ഏകദേശം 75 കുഞ്ഞോളം കൊണ്ടായിരുന്നു കൊടുക്കാം. ഇപ്പൊ നാളെ തന്നെ ഒരു 10 കൊടുക്കാറുണ്ട്. ഓർഡർ വരുമ്പോ എങ്ങനെ അറിയാം? നമ്മുടെ ഇന്ത്യയിൽ യൂട്യൂബ് ചാനലുണ്ട്, ആദിയ ഫാം എന്നും പറഞ്ഞു. യൂട്യൂബിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിൽ വിളിക്കുന്നവർക്ക് നമ്മൾ നമ്പർ എഴുതി വെച്ചിട്ട് നമ്മൾ ആകുമ്പോ വിളിച്ച് അങ്ങോട്ട് കൊടുക്കും. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോ ഈ ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ട് വിളിക്കുമ്പോ നമ്മൾ ഇതേപോലെ നമ്മൾ എഴുതി വെക്കണം അല്ലേ? നമ്മൾ ഇതുപോലെ വിളിക്കുന്നവരുടെ പേര് എഴുതി വെക്കും, സ്ഥലം എഴുതി വെക്കും. എന്നിട്ട് ആകുമ്പോ വിളിക്കും. ഇതൊക്കെ കൊടുത്തതാണ് നമ്മൾ എല്ലാ സ്ഥലത്തും. നമുക്ക് കൊല്ലം, പിന്നെ ഇതൊക്കെ ഇനി കൊടുക്കാനുള്ളതാണ്. ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. ഇതൊക്കെ നമുക്ക് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ. അപ്പൊ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ നമ്മൾ സെപ്പറേറ്റ് അങ്ങനെ എഴുതി വെക്കും. എഴുതി വെക്കും. 50 അടമുട്ട വെച്ച് എപ്പ വിരിയും എന്ന രീതി നമ്മൾ എഴുതി വെക്കും. 1 മാസം ആകുമ്പോൾ എപ്പ കൊടുക്കണം എന്ന രീതി നമുക്ക് അനുസരിച്ച് കറക്റ്റ് ചെക്ക് ചെയ്താൽ. ഇതിപ്പോ നമുക്ക് കൊടുക്കാനുള്ളതാണ്. കണ്ട, അപ്പൊ നമ്മൾ ആര് കോൺടാക്ട് ചെയ്താലും നമ്മൾ അവര് കറക്റ്റ് ടൈമിൽ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്ത് റെഡി ആയി. പക്ഷെ നമുക്കൊരു ഫാൾട്ട് വന്നെന്നറിയാവാം. ആദ്യം വിളിക്കുമ്പോൾ കാണുന്നവരും നമ്മൾ അവരുടെ പേരൊക്കെ എഴുതി വെച്ച്, എന്റെ മൊബൈൽ എടുത്ത് നോക്കാൻ അറിയാം കോഴിയെ വേണ്ടവരെന്ന് പറഞ്ഞ ഫുൾ എഴുതിയിരിക്കുന്നത്. പക്ഷെ സമയത്ത് ചിലപ്പോൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ അവര് ഇതില്ല, ചിലപ്പോൾ അവർക്ക് അപ്പോഴും ഇത് കാണത്തില്ല, വേണ്ടെന്ന് പറയും. അപ്പൊ എല്ലാവരും അഡ്വാൻസ് ഒന്നും പറഞ്ഞ് മേടിക്കും. നമുക്ക് ആ പരിപാടി ഇല്ല. നമുക്ക് പക്ഷെ നമ്മളങ്ങനെ എഴുതി വെക്കുന്ന ചിലപ്പോൾ അതിനകത്ത് 50 പേര് എഴുതി വെക്കുമ്പോൾ 20 പേരായിരിക്കും എടുക്കുന്നത്. ഇവന്റെ 50 കോഴിയെ കൊടുക്കാനുള്ള ഒരു ടീമാണ്. ഇത് സീനത്ത് വെള്ളിയാനി പൊന്നാനിയിലുള്ളത്. 20 ഇപ്പൊ 20 അങ്ങനെ കൊടുക്കാനുണ്ട്. പിന്നെ നാളെ അല്ല 2 പേർക്ക് കൊറിയർ കൊടുക്കാനുണ്ട്. കൊറിയർ വീഡിയോ എല്ലാം നമ്മുടെ മൊബൈലിൽ കിടപ്പുണ്ട്. സാധാരണക്കാർക്ക് അറിയത്തില്ല നമ്മൾ എങ്ങനെയാണ് സമയം. നമ്മൾ എന്റെ ഇതിൽ കിടപ്പുണ്ട്. നമ്മൾ ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് അവരുടെ നമ്പരും ഒരു ടോക്കൺ നമ്പരും തരും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഹൈവേ അവർ സപ്ലൈ ഉള്ളത്, ഹൈവേ വഴിയാണ് ഉള്ളത്. ഹൈവേ ചെല്ലുമ്പോൾ ഈ നമ്പർ അവർ ഡ്രൈവറുടെ നമ്പർ വാട്സപ്പ് ചെയ്ത് തരും, ടോക്കൺ നമ്പർ തരും. ആ നമ്പർ വിളിച്ചിട്ട് ടോക്കൺ നമ്പർ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് അവരുടെ കയ്യിലേക്ക് ഒരു മണിക്കൂർ മുമ്പ് അവർ പറയും ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്കാൻ പറയും. നമ്മൾ അവിടെ പോയി നിൽക്കുക, സാധനം മേടിക്കുക. എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തിരുവനന്തപുരം കാസർഗോഡ് ഹൈവേ വഴിയാണ് പോകുന്നത്, NH വഴിയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ മെനക്കെടണം. അവർ ഇപ്പൊ നമുക്ക് തന്നെ ഒരു 15 മിനിറ്റ് ദൂരം ഉണ്ട്, അവിടെ പോയി നമ്മൾ നിൽക്കണം. അവിടെ നിന്നിട്ട് വണ്ടി വരുമ്പോ നമ്മൾ സാധനം കയറ്റി വന്നു. നമുക്ക് എടുക്കാനാണെങ്കിൽ നമ്മളവിടെ പോയി വെയിറ്റ് ചെയ്ത് സാധനം വാങ്ങിച്ചു. അതാണ് ചെയ്യേണ്ടത്.
അപ്പൊ നമുക്ക് ഒരുപാട് കൊടുക്കാനുണ്ട്. ഇപ്പൊ അതിനകത്ത് ഏകദേശം 10-30 കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട്. അത് നമ്മളിപ്പോ കണ്ട കൂട്ടത്തിലല്ലേ? അതുപോലെ ഇപ്പൊ ഈ കാണുന്ന സംഭവങ്ങൾ എന്തൊക്കെയാ ഇത്? അതുപോലെ തന്നെയാണ് നമുക്ക് ഇതുപോലെ പിഞ്ചസ്. ഇതൊക്കെ ഇത് സാധാരണ വീട്ടമ്മമാർക്ക് നമുക്കൊരു പാർട്ട് ടൈം ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പിഞ്ചസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ലവ് ബെന്നെ പോലെ ഇതിൽ കുഞ്ഞുങ്ങളുണ്ട്. ഇതിൽ ലവ് ബെന്നെ പോലെ ഈ ഒച്ചയും ബഹളവോ ഒരുപാട് തീറ്റയുടെ ആവശ്യമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സമയം മെനക്കെടാൻ കഴിയുന്ന ഒരു ധാരണയാണ്. അതിനുള്ള ഉദാഹരണമാണ് ഞാൻ ഇതിനകത്ത് കളിക്കുന്ന തീറ്റ സിസ്റ്റം. ഞാൻ കാണിച്ചു തരാം വരും ബാബാ. അപ്പൊ എത്ര പേരുണ്ട് അപ്പൊ ഫിഞ്ചസ്? ഫിഞ്ചസ് ഇപ്പൊ ഞാൻ 10 പേരിന് വേണ്ടി കൂടി സെറ്റ് ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ അടിയിലേക്കുണ്ട്. പക്ഷെ നമുക്കൊരു ഫാൾട്ട് നമ്മൾ കോഴിയുടെ അടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന് സൈലന്റ് ആണ് വേണ്ടത്. സൈലന്റ് ആണെങ്കിൽ നല്ല തണൽ തന്നെ ശരിക്കും ബ്രീഡായിക്കൊണ്ടിരിക്കും. പക്ഷെ ഉണ്ടല്ലോ ഇപ്പോഴും നമുക്ക് കോഴികളുണ്ട്. ഇത് കണ്ട നമുക്ക് തീറ്റ വെക്കേണ്ട മെത്തേഡ് ഇത് കണ്ട. ഇതേപോലെ ഒരു സ്പ്രൈറ്റ് കുപ്പിക്കകത്ത് നമുക്ക് ഈ കോഴിക്കും പ്രാവിനൊക്കെ വെള്ളം വെക്കുന്ന ഈ പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച 2 ആഴ്ചക്ക് തീറ്റ നോക്കണ്ട. ഇത് താഴെ പോയിരിക്കാൻ വേണ്ടി നമ്മുടെ ഐസ്ക്രീം പാത്രം ഉണ്ട്. ഇതേപോലത്തെ ഒരു പാത്രം. ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതിന്റെ വേസ്റ്റ് മൊത്തം ഇതിനകത്ത് വീണോളും. ഈ സാധനം എടുത്ത് നമുക്ക് കോഴിക്ക് കൊടുക്കാം. തീരുമ്പോൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ 2 ആഴ്ചത്തേക്ക് തീറ്റ എന്ന കാര്യം നമ്മൾ നോക്കണ്ട. വെള്ളം മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇനി വെള്ളം നോക്കണ്ടേ നമുക്ക് നിപ്പ സിസ്റ്റം നമുക്ക് സെറ്റ് ചെയ്യാം. അതില്ല അപ്പം അതിന് ഹോൾ ഇടുമ്പോൾ എലിയ പല്ലിയും കയറാൻ ചാൻസ്. അതുകൊണ്ടാണ് വെള്ളം നമ്മൾ ചെറിയ പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നത്. ഡെയിലി എന്തായാലും ഇത് കോഴിക്ക് വെള്ളം പറയുമ്പോൾ വെള്ളം വെച്ച് കൊടുക്കും. തീറ്റയ്ക്ക് നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് മാറിയാൽ മാത്രം മതി. ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും വരുമാനം നമ്മൾ ഇതിന് വിൽക്കാൻ വേണ്ടി നടക്കണ്ട. നിങ്ങൾ ഷോപ്പിൽ കൊണ്ട് കൊടുത്താൽ മതി. എല്ലാ സാധനവും വെളിയിൽ നിന്ന് ഇപ്പൊ വരുന്നത്. പിഞ്ചസ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ള കിളികളെ പോലെ ഇല്ല. ഇതിന് ആയുസ് ഇതൊക്കെ കുറവാണ്. ചെറിയ കിളികളായുണ്ട്. അപ്പൊ പുറത്തുനിന്ന് ബൾക്കായിട്ട് വരുമ്പോൾ കടക്കാർക്ക് നഷ്ടമാണ്. കാരണം 500-1000 പീസ് വരുമ്പോൾ 10-200 നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പിഞ്ചസ് ഒക്കെ ഹോം മെയ്ഡ് കിട്ടുന്നതിന് ആൾക്കാർ കടക്കാർക്ക് എപ്പോഴും ഡിമാൻഡാണ്. അപ്പൊ നിങ്ങളൊരു 10 പേര് സെറ്റ് ചെയ്തോണ്ടല്ലോ സുഖമായിട്ട് ഒരു ചെറിയ വീടിന്റെ മൂല മതി. ഇതേപോലെ തീറ്റ വെച്ച് കൊടുത്തിട്ട് എപ്പോഴും ഒരു കാര്യമുണ്ട്. ഇതിന് ശത്രു എന്ന് പറഞ്ഞാൽ പല്ലുകൾ ശത്രുവാ. പല്ല് കയറാത്ത കൂട് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ 2 ലെയറായിട്ട് 2 ലെയർ മെഷ്. പിന്നെ അതുകൂടാതെ രാമചത്തിന്റെ വേരാണ് ഇട്ട് കൊടുക്കേണ്ടത്. രാമചത്തിന്റെ ബോക്സ് ബ്രീഡിംഗ് ചട്ടിയിൽ രാമചത്തിന്റെ വേരുണ്ടാത്തുണ്ട്. അപ്പൊ രാമചന്ദ്രന്റെ വേരിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. രാമചന്ദ്രന്റെ വേര് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടയിടാൻ വേണ്ടി അതിന് ഒളിച്ചിരിക്കാത്ത സ്പോട്ടുമാണ്, ഹൈഡ് സ്പോട്ടുമാണ്. ഇതിന്റെ മണം കാരണം പല്ലികളൊന്നും അടുത്ത് വരത്തില്ല. പല്ലികൾ അതിന് ഏറ്റവും ശത്രു. മുട്ട ചെറിയ മുട്ടയുണ്ട് പല്ലികൾ കൊണ്ടുപോകും, കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകും പല്ല്. അപ്പൊ അത് കാരണം അങ്ങനെ ഒരു സാധനം നമ്മളെപ്പോഴും ഇട്ട് കൊടുത്തു കൂടെ ഉണ്ടാക്കുമ്പോ അത്രയും നല്ല സുരക്ഷിതമായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. എനിക്കിവിടെ എലി ശല്യം ഭയങ്കരമായിട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പൈസ മുടക്കി കൂടിയത്. അതിന്റെ ആവശ്യമില്ല. നിങ്ങളിത് കണ്ട ഇതേപോലത്തെ ഒരു മെഷീൻ ഇത് കിട്ടും നമുക്ക് ഇതില്. നിങ്ങൾ സാധാ ഒരു കൂടെ അടിച്ചാലും മേടിച്ചാലും ഇതേപോലുള്ള മെഷ് ഈ പീസ് വെച്ച് മറച്ചാൽ മതി. പല്ലിയൊന്നും കയറത്തില്ല. ഇതാണ് ഇത് ലോക്കൽ മാർക്കറ്റ് കുറഞ്ഞ വില കിട്ടുന്ന സാധനമാണ്. മറ്റേ വല പോലത്തെ നമ്മൾ കൊതുക് വല ആണ്ട ഇതുപോലെ മറച്ചാലും മതി. അപ്പൊ പല്ലിയ കാര്യങ്ങളൊന്നും കയറത്തില്ല. അപ്പൊ ഇതേപോലെ ഒരു വരുമാനം വീട്ടമ്മമാർക്ക് സൈഡായിട്ട് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ ആണല്ലേ? തീർച്ചയായും. ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചോളം ആഴ്ചയിൽ തീറ്റ മേടിക്കാൻ കാശില്ലെങ്കിൽ ഇതേപോലെ ഇതിന്റെ കുഞ്ഞുങ്ങളാ ഇപ്പൊ തന്നെ ഇതിനൊരു 10-12 കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഡയമണ്ടോ ഉണ്ട്. ഡയമണ്ടോ ഇതേപോലെ ലവ് പോലെ ഇല്ല, കുറച്ച് തീറ്റ മതി. നമുക്ക് ആഴ്ച ഒരു വട്ടം ഫില്ലാക്കി കൊടുത്തെങ്കിൽ അത് കുഞ്ഞുങ്ങൾ പ്രാവിനെ പോലെ 2 കുഞ്ഞുങ്ങളെ ഇറങ്ങത്തുള്ളൂ. പക്ഷെ അത് കണ്ടിന്യൂ ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അത് നമുക്ക് ഷോപ്പിൽ കൊടുത്താൽ എപ്പോഴും മാർക്കറ്റ്. കാരണം എല്ലാവരും ലവ് ബേർഡ് സെറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ലെയർ ആയിട്ടുള്ള പീസുകളാണ്. ഇതാണ് പിള്ളേർക്ക് കൊടുത്തിരിക്കുന്ന കോഴികൾ. ഇതാണ് നമ്മുടെ ഈ ഓറഞ്ച് ഫ്രില്ല് പോലത്തെ കാപ്പി. ഇതാണ് ഒരു പാരൻസ് ആണ് മെയില്. ഇതാണ് ഇത് റെഡ് ആൻഡ് വൈറ്റ് പുള്ളിപ്പടയാണിത്. ഇത് മുട്ടയിട്ടോണ്ടിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഓൾഡ് ലൈനേജ് പഴയ കളർ എന്ന് പറയുന്നത്. പഴയ കളർ. ഇത് മുട്ടയുടെ ആയതേ ഉള്ളൂ. ഇതായതുള്ളൂ. അപ്പൊ ഇതിന്റെ കുഞ്ഞുങ്ങൾ ഇതേപോലെ നമ്മള് അപ്പൊ ഇതിന്റെ മുട്ട ഇവരാണ് നമ്മുടെ പിള്ളേര് നോക്കുന്നത്. ഇവർക്ക് തീറ്റ കൊടുക്കണം, കാര്യങ്ങളൊക്കെ നോക്കണം. അവർ ഇതിലിടുന്ന മുട്ടയാണ് നമ്മൾ എച്ച് എന്ന് പറഞ്ഞ് എഴുതി നമുക്കൊന്ന് കാണിച്ചു തരാം. ബാക്കി കാര്യങ്ങൾ കൂടി കണ്ടിട്ട് അതിലേക്ക് പോകാം. അതിനകത്തൊരു കുറുങ്കാലി ഉണ്ട്. നേക്കന്നെ കഴുത്തി പോലെയാത്ത കുറുങ്കാലി. അത് കുഞ്ഞാണ്. ഇത് പുള്ളി ഇതാണ് നമ്മൾ ആദ്യം എടുത്ത കോഴിയാണ്. പാത്തു എന്നാ പേര്. ഈ കോഴിയുടെ കാതറുണ്ടായിരുന്നു. കാതറും പാത്തു എന്നും പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കിടപ്പുണ്ട്. ഫസ്റ്റ് നമ്മുടെ ബ്രീഡിങ്. എന്റെ വീട്ടിലൊക്കെ കോഴിക്ക് ഇതിലൊക്കെ കാതറും പാത്തു. പക്ഷെ ഇതിപ്പോ അതിനെ ഞാൻ കൊടുത്തു. കാരണം ഇൻബ്രീഡിങ് വരുന്നതുകൊണ്ട് നമ്മൾ ആ പൂനെ കൊടുത്തിട്ട് പുതിയ പൂനെ പുറത്തുനിന്ന് എടുത്തതാണ് നമ്മളിത്. അപ്പൊ ഇവരുടെയൊക്കെ കുട്ടികളെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവര് കയറി നമ്മൾ കോൺടാക്ട് ചെയ്ത് അതേപോലെ ഇവരുടെ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ അതൊക്കെ കയറി എല്ലാവരും കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഇടായിരിക്കാനല്ലേ ഇവരല്ലേ? ഇടായിരിക്കും. അടപോലെ ഇരിക്കും. ഇപ്പൊ ഇതിന്റെ ഇപ്പൊ അടപോലെ ഇരിക്കുന്നതാണ്. അപ്പൊ അടപോലെ ഇരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ കുഞ്ഞുങ്ങളെ ഇത് ഡെമ്മി അട വെച്ച് കൊടുക്കും. ഡെമ്മി എന്ന് പറഞ്ഞാൽ നമുക്ക് കരുവില്ലാത്ത മുട്ട, പൂവനില്ലാത്ത മുട്ട. നമുക്കൊരു അതുപോലെ ഈ ആകൃതി ഷേപ്പ് ഉണ്ട്, നീളമുള്ള വിരിയാത്തൊക്കെ ഉണ്ട്. അത് വെച്ച് കൊടുക്കും. വെച്ച് കൊടുത്തെങ്കിൽ അതിനകത്ത് അടയിരുന്നോളും.
കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളാകുമ്പോൾ അതിനെ മാറ്റിയിട്ട് കുഞ്ഞുങ്ങളായിട്ട് തള്ളയിട്ട് കൊടുക്കും. അപ്പൊ ഇതിന്റെ കുഞ്ഞുങ്ങളാകുന്ന രീതിയിൽ അത് നോക്കിക്കോളും. ഒരു 10-12 ദിവസം വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 6-7 ദിവസം ഇട്ട് കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ഇതുപോലെ ബ്രൂഡിങ് സെറ്റ്. നമ്മൾ ആദ്യം കൂട് സെറ്റ് ചെയ്യുമ്പോണ്ടല്ലോ എപ്പോഴും നമ്മൾ ഒരുപാട് പൈസ ചാടി ചെയ്യാതെ വില കുറച്ച് നമ്മൾ ചെയ്യാവുള്ളൂ. ഇതൊരു വാട്ടർ ടാങ്ക് ആണ് പഴയ. ഈ വാട്ടർ ടാങ്കിൽ ആദ്യം നമ്മൾ സെറ്റ് ചെയ്തതാണ്. 2 സൈഡ് ഹോൾ ഇട്ടിട്ട് മെഷ് ഇട്ട് ഇതാണ്ട ഇതിപ്പോ പോയി ഇപ്പൊ ഇതുണ്ട് ഡോർ സെറ്റ് ഇപ്പൊ കുഞ്ഞുങ്ങളെയും തലക്ക് സൂവാട്ടിനകത്ത് കടന്നോളൂ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അതേപോലെ പഴയ എന്റെ വീഡിയോ കാണാൻ പറയും നമ്മള് തടിക്കകത്താണ് ഈ ഫ്ലെക്സ് അടിച്ച് തടി അങ്ങനെയുള്ള കൂടുതലാണ് ഞാൻ കൂടുതൽ സെറ്റ് ചെയ്തത്. നമുക്ക് ഇങ്ങനെ തുടങ്ങി ആ പൈസ തന്നെ എടുത്ത് നമ്മൾ കൂടുതൽ ചെയ്യാവുള്ളൂ. അതുപോലെ ഈ കൂടെന്ന് പറഞ്ഞാണ്ടല്ലോ സ്ഥല പരിമിതിക്കാർക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ കൂടാണിത്. ഇതെന്ന് പറഞ്ഞാൽ അറക്കപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കോഴിയുടെ സ്മെല്ല് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അറക്കപ്പൊടി ഇട്ടിരിക്കും. അറക്കപ്പൊടി 6 മാസം കൂടുമ്പോൾ മാറ്റിയാൽ മതി. അതിന്റെ ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സീറ്റ് ഇത് കണ്ട ഇതായതുകൊണ്ട് നമുക്ക് ഈ കൂട് ഇതണ്ട ഇത് നമുക്കുണ്ടല്ലോ ഇതണ്ട ഇത് നമുക്ക് ഇങ്ങനെ പൊക്കിയെടുക്കാം. പൊക്കി എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അപ്പൊ അതിനകത്ത് ഇത് വരത്തില്ല. അപ്പൊ നമുക്ക് ഇനി അടിയിലെ കോഴികളെ കൂടി ഒന്ന് കാണിക്കാണ്ടല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പൊ ബ്രീഡിങ് കോഴികൾ മൊത്തം ഈ കിടക്കണേ കിടക്കണേ. ഇത് കുഞ്ഞു പിന്നെ അത് കിടക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചത് ഒന്ന് ഇവരെയും കൂടി ഒന്ന് കാണിച്ചാലോ? കാണിക്കാം. എല്ലാരും ഇങ്ങോട്ടേക്ക് പോരുമല്ലേ? കല്ല് കിടക്കുന്നു. ഇത് കോഫി കളർ ഒരു പുള്ളിയാണ്. ഇത് ഓൾഡ് ലൈനേജ്. ഇതൊക്കെയല്ലേ ഇപ്പത്തെ പുതിയ ട്രെൻഡിങ് കോഴികളല്ലേ? ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നേക്കഡ് ആണ്. ഇത് ഒരു ദിവസം ഇത് തുറന്നിട്ട് ഒരു ദിവസം ആ ബാച്ച് കൊണ്ട് പൂവന്മാർ ഭയങ്കര കൊത്തായിരിക്കും. അപ്പൊ കാരണം തുറന്നു വിട്ടില്ലെങ്കിൽ ഇവന്മാർക്ക് എക്സസൈസും കാണത്തില്ല, മുട്ടയ്ക്ക് റിസൾട്ട് കുറവായിരിക്കും. അപ്പൊ ഓരോ ദിവസം ഒരേ ബാച്ചിനാണ് തുറന്നു വിടുന്നത്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം. ഇതല്ല ഡയമണ്ട് ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. മുട്ട കിടപ്പുണ്ട്. 3-5 മുട്ട കിടപ്പുണ്ട്. മെയിനിലെന്ന് പറയുമ്പോൾ കണ്ണിൽ റിങ് ഇങ്ങനെ റെഡ് ആയിട്ട് വരും കണ്ട. അതുപോലെ ഇത് മറ്റേ കൂവും ചെയ്യും, ഇങ്ങനെ സൗണ്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. ഫീമെയിലിന് റൗണ്ട് കാണത്തില്ല, സൗണ്ട് കാണില്ല. അതേപോലെ ഇത്ര റിംഗ് ഉണ്ടാവില്ലല്ലോ? റിംഗ് ഉണ്ടാവത്തില്ല ഫീമെയിലിന്. നല്ല മെച്ചൂർഡായ മെയിലാണ്. നമുക്ക് 2 കുഞ്ഞുങ്ങളെ വെച്ച് കിട്ടും. ഒരുപാട് ആവശ്യമില്ല. തീന ഇതിലൂടെ ഒരാഴ്ചത്തേക്കൊക്കെ അത് കിടന്നോളും. തീന നമ്മള് ഈ കാണുന്ന ടാങ്കില് ഗപ്പികളെ വളർത്തും. അതേപോലെ ഈ പായല് അസോള പായലല്ലേ? അസോള ഇതാണ് നമ്മൾ കോഴികൾക്ക് നല്ല പ്രോട്ടീൻ അടങ്ങിയ ഫുഡാണ്. ഇത് നമുക്ക് തീരെ ചില കുറക്കാൻ പറ്റും. ഇത് സൂര്യവട്ടം കിട്ടണമെന്നുള്ളായിരുന്നു. അതേപോലെ 2 സൈഡിൽ 2 ബോക്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഗപ്പി ഉണ്ടല്ലേ? ഗപ്പി നമുക്ക് ഫുഡ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കാണിക്കാം. പലരും പറയാനുണ്ട് ഇങ്ങനത്തെ ബോക്സുകളിൽ ഗപ്പിനെ ഇട്ട് കഴിഞ്ഞാല് ബോക്സ് ചൂടായി വെള്ളം ചൂടായി കഴിഞ്ഞാൽ ഗപ്പികൾ ഡെഡ് ആവും എന്നുള്ളത്. ഒരു കുഴപ്പമില്ല. കാരണം ഒരുപാട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കാതെ ഇവിടെ ഒക്കെ കുറച്ച് വെയിലേ കിട്ടത്തുള്ളൂ. അതുമല്ല ഇതുകൊണ്ട് ചെടി കണ്ട നമുക്ക് ഒരുപാട് ചെടി അതിന്റെ അകത്ത് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ട ഇതൊക്കെ നമുക്ക് വേറെ ചെടി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ ഉണ്ട് ചെടി. അതുപോലെ ഈ പായല് തണുപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. ഇതുപോലെ ഇപ്പൊ എത്ര വെയിൽ ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ 2 പേര്, ഒരു പേര് റെഡും 2 മെയിൽ ഒരു ഫീമെയിൽ റെഡ് മറ്റേ ഇത് അതും കൂടെ മേടിച്ചിട്ടതേ ഉള്ളൂ. ഇപ്പൊ എത്ര കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്ത് ആദ്യം നോക്കിയേ. കാരണം ഈ കുഞ്ഞുങ്ങൾ കൊളിക്കാനുള്ള സ്പോട്ട് കിട്ടിയാൽ മാത്രം മതി. കണ്ട ഒരുപാട് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് അതിനകത്ത്. കുറെ കൊടുത്തിട്ടുണ്ട്. പിള്ളേർ വരുമ്പോൾ പിള്ളേർക്ക് കുടിച്ച് കൊടുക്കും ഇവിടെ. ഇത് നമ്മൾ പിന്നെ ഇതിനകത്ത് ഏറ്റവും ഈ ഒച്ചു പോലത്തെ സാധനമാണ്. നമ്മൾ എപ്പോഴും അത് ക്ലീൻ ചെയ്യണം അല്ലേ? അതുപോലെ തന്നെയാണ് വെള്ളം മാറാൻ വേണ്ടി പമ്പ് നമ്മൾ ഇവിടുന്ന് മേടിക്കും. അതിന്റെ ആവശ്യമില്ല. ഇത് കണ്ട ഇതിവിടെ നമ്മൾ സിസ്റ്റമാണ്. ഇത് കണ്ട ഇത് നമ്മൾ ഈ സാധനം വെള്ളത്തിലേക്ക് ഫുള്ള് മുക്കി വെക്കുക. മുക്കി വെച്ചിട്ട് 2 സൈഡും പൊത്തി ഇത് കണ്ട ഇതിന് പുറത്തേക്ക് ഇങ്ങനെ വെച്ചാൽ ഇത് കണ്ടാ വെള്ളം മൊത്തം പൊക്കോളും. എന്നിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇത് വല ഇട്ടുകൊണ്ട് നമ്മുടെ മീനും പോകത്തില്ല. അങ്ങനെ മറ്റേ സാധനം ആവശ്യം. അപ്പൊ എന്നിട്ട് നമ്മൾ വേറെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതും ഒരു 6 മാസം 7 മാസം കൂടുമ്പോഴൊക്കെ ചെയ്താൽ മാത്രം മതി. ചെയ്യുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഒരു ടീയും ഇതേപോലെ 2 എൽബോയും 1 മീറ്റർ പൈപ്പ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് വെള്ളം മൊത്തം കളയും ചെയ്യാം. കോഴി പ്രാവുകളെ പോലെ തന്നെ ഏറ്റവും വലിയ സാധനമാണ് ഇതിന്റെ വരുന്ന രോഗമാണ് നെഞ്ചുണക്ക്. ഈ കോഴികൾക്ക് അതിപ്പം അതിന് ഏറ്റവും നമ്മൾ വേറെ പോപ്പറായിട്ട് ഇളക്കുക. വിലകളൊക്കെ മെയിനായിട്ട് അറിയാലോ. ആൽബമാർ തന്നെ ഇതിന് നമ്മൾ കോഴികൾക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ 2 ദിവസം 3 ദിവസം ഗ്രോയിപ്ലെക്സ വിംബ്രാള കൊടുത്തിട്ട് വേണം വിര മരുന്ന് കൊടുക്കാൻ. ആൽബമാർ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കൂടെ ഇത് നമ്മൾ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക.
എട്ടേച്ച് വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വെള്ളം വെക്കരുത്. വെള്ളം വെക്കാതെ ഇരുന്നിട്ട് വേണം കൊടുക്കാൻ. ആഹാരവും കൊടുക്കരുത്. പിറ്റേ ദിവസം രാവിലെ കൊടുത്ത് ഇവന്മാർ ദാഹത്തോടെ അത് കുടിച്ചോളൂ. മനസ്സിലായോ? അത് കുടിച്ചോളൂ. എന്നിട്ട് വേണം നമ്മൾ ഗോവിപ്ലെക്സ് 2 ദിവസം കൊടുക്കണം, അല്ലെങ്കിൽ പിംബ്ര 2 ദിവസം കൊടുക്കണം. ഇല്ലെങ്കിൽ നെഞ്ചു നടക്കുന്ന അസുഖം ഇനി വരാൻ ചാൻസ് കൂടുതൽ. ഇതാണ് നമ്മൾ കുറുങ്കാലിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതല്ലേ തീറ്റ കൊടുക്കാനല്ലേ? അത് നമ്മളാ കൊടുക്കുന്നത്. അത് ഫുൾ റെഡ് ഉണ്ട്, പിന്നെ നമ്മുടെ ഇതുണ്ട് മറ്റേ റെഡ് ആയിട്ട് പ്ലാറ്റിനം. ചുമ്മാ ഇത് ഷോക്ക് വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. അതിന്റെ കൂടെ നമ്മുടെ അസോളപ്പാല് നമുക്ക് ഇവിടെ ഇങ്ങനെ വളർത്താനകത്ത് വളർത്തുകയും ചെയ്യും. ഈ പാലെടുത്ത് കോഴിക്ക് തീറ്റ ഉള്ള സ്ഥലത്ത് നമ്മൾ പരിമിതിയായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മളിവിടെ ചെയ്താണ്. അതിന് പുറമെ കുറെ ചെടികളുണ്ട്, എല്ലാ ചെടികളും ഉണ്ട്. ഇപ്പൊ എനിക്ക് അലീനി എന്ന് പറഞ്ഞ ചെടി തെറ്റണം എന്നുള്ള ഇതിൽ നടക്കുവാണ്. ഇപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ കണ്ടോണ്ടിരിക്കുവാണ്. ഓക്കെ, എല്ലാം ഉഷാറാവട്ടെ. ഇത് നമ്മുടെ ഇൻക്യുബേറ്റർ ആണ്. ഇതാണ് ഇതേ കണ്ട, ഇതാണ് മോളുടെ എച്ച് എന്നും പറഞ്ഞ എഴുതിയിരിക്കുന്ന മുട്ടയാണ്. അവരുടെ കോഴിയിരുന്ന മുട്ടയുടെ എച്ച് ആണ് ഇത്. ഇത് വിരിയുന്ന പൈസ അവർക്കുള്ളതാണ്, അവർ പാട്ട ഇടും. നമ്മൾ ഏകദേശം 50 ഇങ്ങനെ ഇൻക്യുബേറ്ററിൽ വിരിച്ചിട്ടാണ് നമ്മള് കുട്ടികളെ കൊടുക്കുന്നത്. തള്ളേന്റെ കൂടെ ഇടും. തള്ളേന്റെ കൂടെ ഇട്ട് തള്ള ഇപ്പൊ അടവെക്കുന്ന വേറെ വെക്കും. ഇപ്പൊ മറ്റേ പുള്ളിക്കോഴി അടയായിരിക്കുവാണ്, അപ്പൊ അതിനും വെക്കും. അല്ലെങ്കിൽ അതേപോലെ ഡെമ്മി മുട്ട വെച്ചിട്ട് ഇത് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ തള്ളേന്റെ കൂടെ ഇടും. ഇട്ടിട്ട് ഒരാഴ്ച 2 ആഴ്ച ഇട്ടിട്ട് നമ്മൾ തള്ളയെ മാറ്റി കഴിഞ്ഞാൽ തള്ളേനോട് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കും. അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഇൻക്യുബേറ്റർ ഇന്നത്തെ മുട്ട വെച്ചേക്കല്ലേ? ഇത് പഴയ ഇൻക്യുബേറ്റർ ആണ് നമ്മുടെ. ഇതിലും വെച്ചിട്ടുണ്ട് 50 മുട്ടയോളം. ഇതിലുണ്ട് ഉള്ള മുട്ട കണ്ട. ഇൻക്യുബേറ്റർ നമ്മൾ തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ സന്തോഷം ചേട്ടനെ മേടിച്ചാണ്. അറിയാലോ, ഓൺലൈനിൽ കിടപ്പുണ്ടായ പുള്ളിയുടെ നല്ല ഇൻക്യുബേറ്റർ ആണ് കേട്ടോ. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട് പുള്ളി വിളിച്ചാൽ പുള്ളി കറക്റ്റ് ചെയ്ത് വരും. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അതിന്റെ ഇത് തെർമോസ്റ്റാറ്റൊക്കെ നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. പുള്ളി വീഡിയോ ഇട്ട് തന്നു. അപ്പൊ ആ വീഡിയോ നോക്കി നമ്മൾ ചെയ്ത് മാറി പുള്ളി അയച്ചു തരും. പൈസ പോലും മേടിച്ചിട്ടില്ല പുള്ളി. 2 ഇൻക്യുബേറ്റർ ഉണ്ട്, ബ്ലാക്ക് പറ്റി. ഇത് അധികം പൊക്കം കാണത്തില്ല. ഇതിന്റെ കൂടെ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അപ്പൊ കൊടുത്തതാണ്. ഞങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിയിട്ടതാ. വേറെ കളറിന്റെ അകത്ത് ഇല്ലാണ്ടാ. അതുകൊണ്ട് നമുക്ക് ആവശ്യക്കാരും ഉണ്ടാവും, നല്ല ഡിമാൻഡ് ഉണ്ടല്ലോ. ഇപ്പം ഇപ്പൊ ഓറഞ്ച് പുള്ളിയാണ് ഇപ്പൊ ആൾക്കാർക്ക് ഡിമാൻഡ് ആയിട്ട് കിടക്കുന്നത്. ഓറഞ്ച് പുള്ളി നമ്മുടെ അവൈലബിൾ ആണല്ലേ? ഇപ്പൊ ആയിട്ടില്ല, കുഞ്ഞുങ്ങളായിട്ടില്ല. അല്ല, ആവശ്യക്കാര് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എഴുതി വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. നമുക്ക് 1 മാസം കഴിയുമ്പോൾ നമുക്ക് അതിന്റെ കുഞ്ഞുങ്ങളെ കാണും. അപ്പൊ നമുക്കിപ്പോ ആൾക്കാർ ഇപ്പൊ എത്ര ഇതിൽ ചോദിച്ചാൽ നമുക്ക് കൊടുത്തുകൂടെ കുട്ടികളെ? ഇപ്പൊ നമുക്ക് ഏകദേശം 70 കൊടുക്കാനുണ്ട്. ഇപ്പൊ അടുത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത മാസം, ഈ മാസം ലാസ്റ്റോടെ നമുക്ക് 10-50 കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ആ ഇൻക്യുബേറ്റർ കുട്ടികളൊക്കെ നമുക്ക് ഇനി ഇറങ്ങാനുള്ള നമുക്കറിയാം, നമുക്കുള്ള ബ്രീഡിംഗ് സ്റ്റോക്ക് ഇത്രേ ഉള്ളൂ. ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യുക. ഒരു ഏകദേശം നമുക്ക് അതൊരു 8 പേടയും 2 പൂവൻ അല്ലെങ്കിൽ 1 പൂവനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം ഒരു 7 പേട 1 പൂവൻ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം അതിന് ഓടി നടക്കുന്ന സ്പേസ് വേണ്ടേ. ഓരോ ദിവസമായിട്ട് ഓരോ ബാച്ചിലെ കൂടെ തുറന്നു വിടും. കോഴിനെ വളർത്തല് മേഖലയിലേക്ക് വന്നാക്കറിഞ്ഞ് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയേണ്ട ആവശ്യം? കോഴികളെ ഏറ്റവും നമ്മൾ സാധാരണ 1 മാസമായ കോഴികൾ 2 മാസമായ കുഞ്ഞുങ്ങളെ മേടിച്ച് വളർത്തുക, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നമ്മളെ വിളിക്കുന്ന ഒരു സാധാരണക്കാരി ഓറഞ്ച് പുള്ളി നമ്മൾ സെറ്റ് ചെയ്യത്തില്ല. നമ്മുടെ ആവശ്യക്കാർക്ക് മാത്രം നമ്മുടെ ഒരു ഇഷ്ടം. നമുക്കറിയാലോ, വളർത്തുന്നവർക്ക് പ്രാവിനെ വളർത്തുന്നവർക്ക് നമുക്കൊരു സാധനം മേടിച്ചാൽ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ആകത്തില്ല. നമുക്ക് അടുത്ത കളർ വേണം എന്നുള്ള ഇത് വരും. അതേപോലെ ഓറഞ്ച് പുള്ളി കളർ നോക്കി വളർത്തുന്നവർക്കുണ്ട്. അത് അപൂർവ ആൾക്കാരേ ഉള്ളൂ ഗ്രൂപ്പിലൊക്കെ. നമുക്ക് ഓൾറെഡി നാടൻ കോഴി വേണം, വളർത്താൻ മുട്ടയിടുന്ന കോഴി, അടയിരിക്കുന്ന കോഴികളെ വേണമെന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ നമ്മൾ 120 രൂപയൊക്കെയാണ് കൊടുക്കുന്നത്, 120 രൂപ കൊടുക്കുന്നത്. പിന്നെ ഈ കാപ്പിരി ഇങ്ങനെ ഈ ബ്ലാക്ക് ആൻഡ് നേക്കനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെയൊക്കെ കളർ വരുമ്പോഴാണ് 150 രൂപ 1 മാസം കുഞ്ഞുങ്ങൾക്ക്. 1 മാസം 150 രൂപ കൊടുക്കണം. മറ്റേ ഓൺലൈനിൽ ഇവിടെ കാണിച്ചില്ലേ, അത് അല്ല നോർമലി ബ്ലാക്ക് ആൻഡ് വൈറ്റ്, തനി ബ്ലാക്ക്, നേക്കനൊക്കെ അതൊക്കെ 120 രൂപ നമ്മൾ കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളെ കൊടുക്കും. നമുക്കപ്പോ ബാക്കി വിശേഷം കൂടി പറഞ്ഞ് വീഡിയോ അതിന്റെ. അപ്പൊ നമ്മുടെ അനസ്കാന്റെ കോഴിയുടെ എല്ലാ വെറൈറ്റീസും കാണിച്ചു. അതേപോലെ ഇവിടെ എങ്ങനെയൊക്കെയാണ് വളർത്തുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ പുതുതായിട്ട് ഒരു കോഴി ഫീൽഡിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ എത്രത്തോളം ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് നമ്മൾ ഈ വീഡിയോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ അതേപോലെ നമ്മുടെ അനസ്കാക്ക് ഒരു ചാനലുണ്ട്, ഹാദിയ ഫാം എന്ന് പറഞ്ഞിട്ട്. ആ ചാനൽ എന്ത് ചെയ്യുക, കയറി കാണാൻ. അതില് കോഴികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ ഫിഞ്ചസുമായി ബന്ധപ്പെട്ട കാര്യം, എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇതേപോലെ നല്ലൊരു വീഡിയോസ് നമ്മുടെ ചാനലിലേക്ക് ഇനി വന്നിരിക്കും. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.